ഹായ് എവ്രി വൺ. ഇന്നത്തെ റെസിപ്പി ഒരു സ്റ്റാർട്ടർ റെസിപ്പിയാണ്. കതൈഫ് ചിക്കനാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കനിൽ കുനാഫ ഡോ കൊണ്ട് റോൾ ചെയ്തിട്ടാണ് ഈ സ്റ്റാർട്ടർ ഐറ്റം ഉണ്ടാക്കിയെടുക്കുന്നത്. 300 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് പീസ് ഇതുപോലെ സ്ട്രൈപ്സ് ആക്കി കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് വെച്ച ഈ ചിക്കൻ പീസസ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിനുള്ള സോൾട്ട് ആഡ് ചെയ്യുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 എഗ്ഗും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അര ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് മാരിനേറ്റ് ചെയ്തെടുക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ് മാരിനേറ്റ് ചെയ്തെടുത്ത ചിക്കനാണിത്. ഇത് ഇനി ഒരു സ്റ്റ്യൂവറിലേക്ക് കുത്തി കൊടുക്കാം. ഇതുപോലുള്ള സ്റ്റിക്കുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ സ്റ്റിക്കിലേക്ക് ഓരോ ചിക്കൻ സ്ട്രൈപ്സും കുത്തിയെടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം സ്റ്റിക്കിൽ കുത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ പീസസ് കുനാഫ ഡോയിൽ റോൾ ചെയ്തെടുക്കണം. കുനാഫ ഡോയിൽ നിന്ന് കുറച്ച് എടുത്ത് മാറ്റി വയ്ക്കുക. തണുപ്പെല്ലാം പോയ കുനാഫ ഡോയിൽ നിന്ന് കുറച്ചെടുത്ത് അതിലേക്ക് നമ്മൾ സ്റ്റിക്കിൽ കുത്തി വെച്ചിട്ടുള്ള ഈ ചിക്കൻ വെച്ചു കൊടുത്ത് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഈ കുനാഫ ഡോ ഒന്ന് ഒതുങ്ങി കിട്ടാൻ കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഒന്ന് പിടിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കതൈഫ് ചിക്കൻ എല്ലാതും റെഡിയായിട്ടുണ്ട്. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ചൂടായ ഓയിലിൽ മീഡിയം ഫ്ലെയിമിൽ പൊരിച്ചെടുക്കാം. ഡീപ്പ് ഫ്രൈ ആയി ഗോൾഡൻ ബ്രൗൺ കളറായി പൊരിച്ചെടുക്കാം. വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായ കതൈഫ് ചിക്കൻ ഇവിടെ റെഡിയാണ്. മയണൈസും ടൊമാറ്റോ സോസും കൂട്ടി കഴിക്കാൻ ഇത് വളരെ ടേസ്റ്റിയാണ്. കതൈഫ് ചിക്കൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ എൻ്റെ ചാനലിലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വളരെ ഈസി ആയിട്ടുള്ള ഈ കതൈഫ് ചിക്കൻ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ കതൈഫ് ചിക്കൻ ഒരു ഇഫ്താർ സ്നാക്കായിട്ടും സ്റ്റാർട്ടറായിട്ടും കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. താങ്ക് യു.